ಆಗಲಿ ಇಲ್ಲಿ ಸೇರಿದ್ದೇವೆ. ദൈവം നമ്മളെ സൃഷ്ടിച്ച് നമ്മുടെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മളെ കണ്ട് നമ്മളെ ഒരു വലിയ ഉദ്ദേശത്തോടു കൂടി ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. നമ്മുടെ വഴിയാത്രയിൽ ആണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്. ದೇವರು ನಮ್ಮ ತಾಯಿಯ ಉದರದಲ್ಲಿಯೇ ನಮ್ಮನ್ನು ಸೃಷ್ಟಿಸಿ ನಮ್ಮನ್ನ ಈ ಲೋಕದಲ್ಲಿ ಇಟ್ಟಿರುವಾಗ ಆ ಪ್ರಯಾಣದ ಹಾದಿಯಲ್ಲಿ ನಾವು ಈಗ ಇದ್ದವರಾಗಿದ್ದೇವೆ. നമ്മൾ ആ വഴിയാത്രയിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, സന്തോഷങ്ങൾ ഉണ്ടായിരിക്കാം, വിവിധ അനുഭവങ്ങൾ നമ്മുടെ വഴിയാത്രയിലുണ്ട്. ഈ പ്രയാണದ ಹಾದಿಯಲ್ಲಿ ನಮಗೆ ಸಂತೋಷದ ಅನುಭವಗಳಿರಬಹುದು, ಕಷ್ಟದ ಅನುಭವಗಳಿರಬಹುದು, ವಿವಿಧ ರೀತಿಯಾದಂತಹ ವಿಚಾರಗಳು ನಮ್ಮ ಈ ಪ್ರಯಾಣದ ಹಾದಿಯಲ್ಲಿ ಬರ್ತದೆ. ഇവിടെ നമ്മൾ വായിച്ച ഭാഗത്ത് നമ്മൾ കാണുന്നത് ഒരു വ്യക്തി ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് യാത്ര പോകുന്ന വഴി മറ്റ് കൊള്ളക്കാരെ ആക്രമിക്കപ്പെട്ട് അർത്ഥനഗ്നനായിട്ട് റോഡിൽ കിടക്കുന്നതാണ് കാണുന്നത്. ನಾವು ಓದಿದಂತಹ ವೇದ ಭಾಗದಲ್ಲಿ ಒಬ್ಬ ಪ್ರಯಾಣಿಕನು ಒಂದು ಕಡೆಯಿಂದ ಇನ್ನೊಂದು ಕಡೆಗೆ ಹೋಗುವಾಗ ಕಳ್ಳನ ಕೈಗೆ ಸಿಕ್ಕು ಅವನು ಗಾಯಗೊಂಡು ಅರ್ಧ ಪ್ರಾಣ ಅವಸ್ಥೆಯಲ್ಲಿ ಬಿದ್ದುವಂತಹ ವಿಚಾರವೇ. അദ്ദേഹം ആ റോഡിൽ സഹായത്തിന് വേണ്ടി കിടക്കുമ്പോൾ അതിലെ ഒരു ലേവിയനും ഒരു പുരോഹിതനും നടന്നു പോകുന്നതായിട്ട് ആദ്യം വായിച്ചു കേൾക്കുന്നു. ಅವನು ಹೀಗೆ ಅಲ್ಲಿ ಬಿದ್ದಿರುವಾಗ ಒಬ್ಬ ಲೇವಿಯನು ಒಬ್ಬ ಪುರೋಹಿತನು ಅವನನ್ನ ಹಾದು ಹೋಗುವುದನ್ನು ನಾವು ನೋಡ್ತೇವೆ. ലേവിയനും പുരോഹിതനും ഉപമിക്കുന്നത് അല്ലെങ്കിൽ അവർ കാണിച്ചു തരുന്നത് നമ്മളെ പോലെയുള്ള ക്രൈസ്തവരെ തന്നെയാണ്. ಈ ಲೇವಿ ಮತ್ತು ಪುರೋಹಿತರ